ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എക്സ്ഫീൽഡിന്റെ പുതിയൊരു ഡാമേജ് റിസോൾവ് പ്ലഗിനാണ്. ഹോണസ്റ്റ്ലി ഇത് വീഡിയോ എഡിറ്റിംഗ് വർക്ക്ഫ്ലോയിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. ആദ്യം എക്സ്ഫീൽഡ് വെബ്സൈറ്റിലേക്ക് പോവുക. പ്ലഗിനിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും ഇത് പ്രീമിയർ പ്രോയിലേക്കും ഉണ്ട്, ആഫ്റ്റർ എഫക്ട്സിലേക്കും ഉണ്ട്, ഫിഗ്മയിലേക്കും ഉണ്ട്, മൈൻക്രാഫ്റ്റിലേക്കും ഉണ്ട്. സോ നമുക്കിപ്പം ഡാമേജ് റിസോൾവ് ആണ് വേണ്ടത്. അപ്പോൾ ഡാമേജ് റിസോൾവ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇതാ ഡൗൺലോഡ് എന്ന് കാണാം. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. നമ്മളത് ഡൗൺലോഡ് ചെയ്തു. സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ഡാമേജ് റിസോൾവിൽ വർക്ക് സ്പേസ്, വർക്ക്ഫ്ലോ ഇൻ്റഗ്രേഷൻസ്, എക്സ്ഫീൽഡ് എന്നിടത്ത് പ്ലഗിൻ കാണാം. ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രൗസറിൽ ലോഗിൻ ചെയ്യാൻ പറയും. നിങ്ങളുടെ എക്സ്ഫീൽഡ് അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ കഴിഞ്ഞാൽ നിരവധി ടൂൾസ് കാണാം. സിനിമ സ്റ്റുഡിയോ, ഡ്രോ ടു വീഡിയോ, ലഡ്സ്, എഡിറ്റിംഗ് വീഡിയോ, റീഫ്രെയിം, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അപ്സ്കെയിൽ, ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഡ്രോ ടു വീഡിയോ എന്നുള്ളതാണ്. ഇപ്പം ഈ ടൈം ലൈനിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ഫൂട്ടേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് കാണാം. ഇതിൽ നമുക്ക് ഈ ഒരു ആടിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് റിമൂവ് ചെയ്യാമെന്ന് പറയാം. പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എക്സ്ഫീൽഡിൽ നമ്മളൊരു പ്ലാൻ എടുത്തിട്ട് അതിലെ ക്രെഡിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ പോകുന്നത്. ഡ്രോ ടു വീഡിയോ എന്നുള്ള ഇത് ജനറേറ്റ് ചെയ്യാൻ ഒരു 40 ക്രെഡിറ്റ്സ് ആവശ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ടൂൾസിനും ക്രെഡിറ്റ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഇനി ഇമ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ടൈം ലൈനിലേക്ക് പോകണോ മീഡിയ പൂളിലേക്ക് പോകണോ നോക്കാം. നമുക്ക് ഇത് ടൈം ലൈനിലേക്ക് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇവിടെ ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗോഡിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ടൂൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതിൽ സ്പ്ലിറ്റ് വാലി ലാൻഡ്സ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആസ്പെക്ട് റേഷ്യോ കൊടുക്കാം. 2K, 1K, 2K, 4K ഒക്കെ ഉണ്ട്. നമുക്ക് ഞാൻ തൽക്കാലം ഇപ്പം 1Kയിലാണ് ആക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ നോക്കാം, 2 ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ ടൈം ലൈനിലേക്ക് ഇമ്പോർട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് വാലി ലാൻഡ്സ്കേപ്പ് എന്നുള്ള ഒരു ഫോട്ടോയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടൂൾ കൂടി ഒന്ന് നോക്കാം. ഈ ഒരു ഫുട്ടേജിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒന്ന് ലട്ട് കൊടുത്തു നോക്കാം. നമ്മൾ വീണ്ടും എക്സ്ഫീൽഡിലേക്ക് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ലട്ട് എന്നുള്ളത് കൊടുക്കാം. ഇതിൽ സ്ട്രെങ്ത് 85% ആണുള്ളത്. അപ്പോൾ നമുക്ക് റെഫറൻസ്, അപ്ലോഡ് റെഫറൻസ് എന്ന് പറയുന്നുണ്ട്. റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കൊടുക്കാം. ഞാനിതിലൊരു റെഫറൻസ് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ലട്ടിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫുട്ടേജിലേക്ക് ലട്ടും ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഇനിയും ഫീച്ചേഴ്സ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോയിലെ എലമെന്റ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് അപ്സ്കെയിലർ ആണ്. ലോ റെസൊല്യൂഷൻ വീഡിയോസ് അപ്സ്കെയിൽ ചെയ്യാൻ അപ്സ്കെയിലർ ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. പിന്നുള്ളത് റീഫ്രെയിം ആണ്. അതായത് ലാൻഡ്സ്കേപ്പ് വീഡിയോ വെർട്ടിക്കൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റീഫ്രെയിം ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ AI ഫീച്ചേഴ്സ് എല്ലാം ജനറേറ്റഡ് ക്രെഡിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു ക്ലിപ്പ് റീഫ്രെയിം ചെയ്യാൻ മാത്രം 42 ക്രെഡിറ്റ്സ് വരെ ചിലവാകും. അതുകൊണ്ട് എഡിറ്റ്സ്, ക്വിക്ക് ചേഞ്ച്, ക്രിയേറ്റീവ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ എല്ലാ പ്രൊജക്ട്സിലും ഹെവി ആയി ഉപയോഗിച്ചാൽ കോസ്റ്റ് വളരെ കൂടും. ഓവറോളായി നോക്കുമ്പോൾ എക്സ്ഫീൽഡ് ഡാമേജ് റിസോൾവ് പ്ലഗിൻ എഡിറ്റിംഗ് വർക്ക്ഫ്ലോ വളരെ ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ബ്രൗസറിലേക്ക് പോകേണ്ടതില്ല, എക്സ്പോർട്ട് ചെയ്യേണ്ടതില്ല. ജനറേറ്റ് കോണ്ടന്റ് നേരിട്ട് ടൈം ലൈനിലേക്ക് എത്തും. AI പവേർഡ് എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, ഇമേജ് ജനറേഷൻ, റീഫ്രെയിം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇതൊരു പവർഫുൾ ടൂളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.